2025 ഏതാനും സമയത്തിനുള്ളിൽ അവസാനിച്ച് 2026 വരവേൽക്കുവാൻ നമ്മളെല്ലാവരും തയ്യാറായി നിൽക്കുകയാണ്. എല്ലാവരും റെഡിയല്ലേ? DJ-ക്ക് വേണ്ടി എല്ലാവരും റെഡിയല്ലേ? അപ്പം നമ്മള് എല്ലാ വർഷത്തെയും പോലെ തന്നെ ഈ കാർണിവലിന്റെ ഭാഗമായിട്ടുള്ള DJ അല്പസമയത്തിനുള്ളിലൂടെ ആരംഭിക്കും. നമുക്ക് കത്തിക്കാൻ തയ്യാറായി മനോഹരമായ പപ്പാഞ്ഞി അവിടെ റെഡിയായി നിൽപ്പുണ്ട്. കൃത്യം 12 മണിക്ക് അവിടെ നിന്ന് നമ്മൾ നിറക്കെടുക്കുന്നതനുസരിച്ചിട്ടുള്ള ഭാഗ്യവാൻ ആ പപ്പാഞ്ഞിക്ക് തിരിതെളിക്കുന്നതായിരിക്കും. DJ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. ഇവിടെ പറഞ്ഞതുപോലെ വാട്ടർ ഡ്രമ്മും ചെണ്ടയും DJയും ഒക്കെയുള്ള ഒരു ഫ്യൂഷനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. നമ്മളിത് ഒത്തിരി ആളുകൾ, ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇനിയും നിരവധി ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മളെല്ലാ വർഷവും പോലീസ്, അതുപോലെ തന്നെ ഫയർഫോഴ്സ്, നമുക്ക് സർക്കാരിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഏറ്റവും നല്ല രീതിയിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അവരുടെ എല്ലാ സഹായങ്ങളും ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഉപരിയായി ഇത് നന്നായി കൊണ്ടുപോകാൻ നമ്മൾ ഓരോരുത്തരുമാണ് സഹകരിക്കേണ്ടത്. നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായ സഹകരണം ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇവിടുന്ന് ഓരോ സമയത്ത് നൽകപ്പെടുന്ന നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ നമ്മുടെ ഈ പരിപാടി ഏറ്റവും ഭംഗിയായി, മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും കൂടാതെ ഏറ്റവും ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടുന്ന് വോളണ്ടിയേഴ്സിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് ആ നിർദ്ദേശങ്ങൾ നൽകപ്പെടുക. അപ്പോൾ തീർച്ചയായിട്ടും ആ നിർദ്ദേശങ്ങൾ എല്ലാവരും, ഇത് നമ്മുടെ പരിപാടിയാണ്, നമ്മൾ ഓരോരുത്തരും ഇതിൻ്റെ സംഘാടകരാണ് എന്ന നിലയിൽ ഇതിനോട് സഹകരിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം, നമ്മളിവിടെ സെൻറ്ററിൽ നമ്മളൊരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്ത്രീകളായിട്ടുള്ള ആളുകൾ, ഇപ്പോൾ സ്ത്രീകൾ വരുന്നവരോ ഒറ്റയ്ക്ക് വരുന്നവരോ അല്ലെങ്കിൽ കൂട്ടമായിട്ടൊക്കെ വരുന്നവർ, പുരുഷന്മാരില്ലാതെ സ്ത്രീകൾ മാത്രമായിട്ട് വരുന്നവർക്കൊക്കെ നമുക്ക് ഈ സൈഡിലേക്ക്, നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്, ഈ സൈഡിൽ സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമ്മൾ ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. തിരക്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ പരമാവധി സ്ത്രീകൾ ഇപ്പുറത്തേക്ക് മാറി നിന്നാൽ ഇനി ആയിരക്കണക്കിന് ആളുകൾ ഇവിടേക്ക് വരും. വരുമ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ തിക്കലുണ്ടാകാൻ പോകുന്നത് ഈ ഒരു പ്രദേശത്തായിരിക്കും, ഈ ഭാഗത്ത്. കാരണം അവിടെ നിന്നും മലയാറ്റൂരിൽ നിന്നും യൂക്കാലി ഭാഗത്തു നിന്നും ഒക്കെ വരുന്ന ആളുകൾ ഈ ഭാഗത്തായിരിക്കും ഏറ്റവും കൂടുതൽ വരിക. അപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് തിക്കൽ കൂടുതലുണ്ടാവും, തിരക്ക് കൂടുതലുണ്ടാവും. അതുകൊണ്ട് പരമാവധി ആളുകൾ ഇപ്പുറത്തേക്ക് നിൽക്കാവുന്ന ആളുകൾ, സ്ത്രീകൾ പ്രത്യേകിച്ച് ഇപ്പുറത്തേക്ക് നിന്ന് ഇപ്പോൾ തന്നെ മാറി നിൽക്കുന്നതായിരിക്കും ഉചിതം എന്ന് സൂചിപ്പിക്കുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, DJ-യുടെ ആവേശം നോക്കുമ്പോൾ ആരും ബാരിക്കേഡ് മറികടന്ന് ബാരിക്കേഡിൻ്റെ മുകളിൽ കയറാനോ ബാരിക്കേഡ് കടന്ന് ഇപ്പുറത്തേക്ക് വരാനോ ശ്രമിക്കരുത്. അങ്ങനെ ഇവിടെ കൺസോളും അതുപോലുള്ള മറ്റു കാര്യങ്ങളും ഇതിൻ്റെ കൺട്രോളും ഒക്കെ ഇവിടെയുണ്ട്. വോളണ്ടിയേഴ്സ് ഉണ്ട്. നമ്മളെല്ലാവരുടെയും ഇത് ഭംഗിയായി 12 മണി വരെ നമുക്കിത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള സഹകരണം ആവശ്യമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിനോട് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഈ കാർണിവല് ഈ വർഷം നമുക്ക് വലിയ ആശങ്കകളുണ്ടായിരുന്നു, എല്ലാവർക്കും വലിയ ആശങ്കകളുണ്ടായി. കാരണം തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ സമയമായിരുന്നു, എല്ലാവരും തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കിലായിരുന്നു. അതുകൊണ്ട് നമുക്കിത് നടത്താൻ പറ്റുമോ എന്നുള്ള സംശയമൊക്കെ ഉണ്ടായി. അപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് വളരെ ചുരുങ്ങിയ ഒരു സമയമാണ്, ഒരാഴ്ച സമയമേ ഈ കാർണിവൽ നടത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സംഘാടക സമിതിക്ക് ലഭിച്ചിട്ടുള്ളൂ. അപ്പോൾ പല ആളുകളും ഈ കാർണിവൽ ഈ വർഷം സമയക്കുറവ് കൊണ്ട് വേണ്ട എന്നൊക്കെ അഭിപ്രായപ്പെട്ടിരുന്നു. പക്ഷേ കഴിഞ്ഞ 10 വർഷം വിജയകരമായിട്ട് നടത്തിയിട്ടുള്ള ഈ മലയാറ്റൂർ നക്ഷത്ര തടാകം മെഗാ കാർണിവൽ, ഇതിനെ വളരെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന 10,000-കണക്കിന് ആളുകളുണ്ട് എന്ന ബോധ്യം, ആ ആളുകളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരണം, അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഈ കാർണിവൽ നടത്തപ്പെടണം എന്ന നിർബന്ധം ഇതിൻ്റെ സംഘാടക സമിതിക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികളും അതുപോലെ സംഘാടക സമിതിയുടെ ഭാഗമായിട്ടുള്ള നിരവധി ആളുകൾ, ഇവിടെ വോളണ്ടിയേഴ്സ് ആയിട്ടുള്ള ആളുകൾ സംഘാടക സമിതിയുടെ ഭാഗമായി, അതുപോലെ നമ്മുടെ മലയാറ്റൂർ ജനകീയ വികസന സമിതി, അങ്ങനെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ കാർണിവല് ഇവിടെ എന്ത് വില കൊടുത്ത് നമ്മൾ നടത്താനായിട്ട് നമ്മൾ ശ്രമിച്ചതും ഇന്ന് നമ്മളതിൻ്റെ സമാപനത്തിലേക്ക് എത്തുന്നതും. അപ്പോൾ ഈ കാർണിവല് പല ആളുകളും ഇത് നടക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ചുരുങ്ങിയ സമയം കൊണ്ടും ഇതിവിടെ ഇത്രയും വിജയകരമായി നടത്താൻ, ഈ ഒരാഴ്ചക്കാലം മലയാറ്റൂരിനെ വീണ്ടും ഒരു ഉത്സവമാക്കി മാറ്റാൻ അതിൻ്റെ ആ പിന്നിൽ പ്രവർത്തിച്ച, ആത്മാർത്ഥമായി പരിശ്രമിച്ച മുഴുവൻ ആളുകളെയും ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അവർക്കൊരു ബിഗ് സല്യൂട്ട്. ഞാൻ അവരെ ഈ അവസരത്തിൽ അവരെടുത്ത ഒരു എഫേർട്ടിനെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അപ്പം നമുക്കെല്ലാവർക്കും പുതുവർഷത്തെ വരവേൽക്കാനായിട്ട് നമുക്ക് തയ്യാറെടുക്കാം.
നിങ്ങൾക്ക് എല്ലാ ആശംസകളും നേരുന്നു. നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടാവും. നമ്മൾ പപ്പാജിനെ കത്തിച്ചിട്ടേ നമ്മളെല്ലാവരും പോവുകയുള്ളൂ. ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു. വീണ്ടും അഭ്യർത്ഥിക്കുന്നു, സ്ത്രീകള് പരമാവധി ആളുകള് ഈ സൈഡിലേക്ക് മാറി നിൽക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ DJ തുടങ്ങാനായിട്ട് റെഡിയാണ്. നമ്മുടെ മെയിൻ DJ റോണിയും, അതുപോലെ തന്നെ വാട്ടർ ഡ്രമ്മില് നമ്മുടെ പ്രിയപ്പെട്ട ഡ്രമ്മർ അഖിലും, അതുപോലെ തന്നെ നമ്മുടെ ചെണ്ടയില് റെഡ് സിഗ്നൽസ് ഉൾപ്പെടുന്ന ഫ്യൂഷൻ DJ ടീമാണ് ഇന്ന് ഈ DJ നമുക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഡോക്ടർ വർഗീസ് മൂലൻ ഗ്രൂപ്പാണ്. അപ്പോൾ നമ്മൾ അല്പസമയത്തിനകം DJ ആരംഭിക്കുകയാണ്. നേരത്തെ പറഞ്ഞ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ബാരിക്കേഡ് തള്ളി അകത്തേക്ക് കടക്കാൻ ശ്രമിക്കരുത്. ബാരിക്കേഡിന്റെ മേലെ കയറരുത്. നമ്മൾ എല്ലാവരും ഇവിടുന്ന് തരുന്ന നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും അതനുസരിച്ച് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ അല്പസമയത്തിനുള്ളിൽ തന്നെ DJ ആരംഭിക്കുന്നതാണ്. റെഡിയല്ലേ? ശബ്ദം പോരാ, റെഡിയല്ലേ? താങ്ക് യു. ഉള്ളില് നമ്മുടെ ഈ DJ അവസാനിപ്പിക്കണം. നമുക്ക് അതിനുള്ള അനുമതിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തിരക്ക് ഒഴിവാക്കാനായി നമ്മൾ 10 മിനിറ്റ് അവസാനിപ്പിക്കുന്നതാണ്. അപ്പൊ പതുക്കെ തിരക്ക് ഒഴിവാക്കാനായി പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പോയി തുടങ്ങാവുന്നതാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് പോകരുത്. അത് തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അത് പ്രത്യേകം പറയുന്നത്. അടുത്തൊരു 10 മിനിറ്റ് കൊണ്ട് 2-3 പാട്ടുകൾ കൂടി കളിച്ച് നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നതായിരിക്കും. എല്ലാവരും അത് മനസ്സിലുണ്ടാവണം. എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. യെസ്, ഹാപ്പി ന്യൂ ഇയർ. യെസ്, താങ്ക് യു എവരിവൺ. പ്രത്യേക ശ്രദ്ധയ്ക്ക് തിരിച്ചു പോകുന്ന ആളുകള് തിക്കും തിരക്കും കൂട്ടരുത്. എല്ലാവരും ശാന്തമായിട്ട്, ആരെയും കുണ്ടും തള്ളൊന്നും ഉണ്ടാക്കാതെ എല്ലാവരും ശാന്തമായിട്ട് സമയമെടുത്ത് പോവുക പ്ലീസ്. ഈ പരിപാടി ഇത്രയും വലിയ വിജയമാക്കാൻ സഹകരിച്ച നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കാണ്. നിങ്ങളെല്ലാവരും ഈ DJ ഒരു വലിയ വിജയമാക്കാൻ ആത്മാർത്ഥമായി സഹകരിച്ചു. എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സഹകരണത്തിന് 2025 നക്ഷത്ര തടാകം ഒരു വലിയ വിജയമാക്കിയതിന് നിങ്ങളോട് എല്ലാവരോടും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. നമുക്ക് 2026 നക്ഷത്ര തടാകത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു. തെക്കും തിരക്കും കൂട്ടാതെ എല്ലാവരും പതുക്കെ പോകണം. പതുക്കെ തിരക്ക് കൂട്ടാതെ പോവാം പ്ലീസ്.